ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഭീഷണി നേരിട്ടതായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നുണ്ട്. പണം തവണകളായി നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ല. ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ ബാങ്ക് സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റും അപമാനിച്ചു. 15 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാര്യ പ്രതികരിച്ചു. അവരുടെ വാക്കുകൾ കേൾക്കാം. 2006 സാബു ഓസ്ട്രേലിയക്ക് പോകുന്നത്. 2007 തൊട്ട് ഞങ്ങൾ അവിടെ പൈസ ഇടുന്നതാണ്. പൈസ ഇട്ട് ഇത്രയും കാലം അവിടെയായിരുന്നു പൈസ ഇടുന്നത് മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്ഥല കച്ചവടം വന്നു. ഞങ്ങൾക്ക് കഞ്ഞിക്കുഴിയിലേതുമായിട്ടൊരു വെച്ചുമാറ്റം വന്നു. ഞങ്ങൾക്ക് അന്നേരം പൈസ വേണ്ടി വന്നു. അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് നമുക്ക് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപ ചെന്ന് ചോദിച്ചു. ഒത്തിരി പൈസ നമ്മുടെ അവിടെ കിടപ്പുണ്ട്. അന്നേരം 10 ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് വെപ്രാളപ്പെട്ട സെക്രട്ടറിയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വന്നു, കടയിലോട്ട് ഓടി വന്നു. അങ്ങനെ പറ്റത്തില്ല, ഇപ്പൊ പൈസ ഉണ്ടാകാൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ കാശുണ്ടാകുന്ന കേസല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ നടന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് ആദ്യം തന്നു അഡ്വാൻസ് കൊടുക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പൈസ കുറച്ച് തന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസയും കുറേശ്ശെ ആയിട്ട് തന്നു. സ്ഥലം മേടിച്ച് ഞങ്ങളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ 1 വർഷത്തിനുള്ളിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കാരണന്മാര് വയ്യാതെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ വേണം. അപ്പൊ ഞങ്ങളുടെ പൈസ 5 ലക്ഷം രൂപ വെച്ച് മാസം തന്നേക്കാന്ന് പറഞ്ഞു. ബാക്കി അത് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് തീരുമാനിച്ചതാണ്. അവരത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും വാക്ക് മാറിയിട്ട് അവർ പറഞ്ഞു 3 ലക്ഷം വീതം തരാന്ന് പറഞ്ഞു. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്ന സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക്. ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ. അങ്ങനെ 3 ലക്ഷം വീതം തന്നേക്കാന്ന് പറഞ്ഞു. അതും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞവൻ പറഞ്ഞു അതും നടക്കുന്ന കേസല്ല, നിങ്ങൾക്ക് അത്രയും പൈസ തരാനുള്ള ഞങ്ങൾക്ക് അതില്ല. സാറേ പറഞ്ഞ് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താനുണ്ട്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ ബോർഡ് മീറ്റിംഗ് വെച്ച് പിന്നെയും വിളിക്കുക, ഞങ്ങളെ തരാന്ന് വിളിക്കുക. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. ചാച്ചനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചനും വയ്യാതെ ഇവിടെ കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചേച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കാണ് പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. അതുപോലെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു ഊവി അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സാവുരെ വിളിക്കും. ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും. കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ. എന്നിട്ട് പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപയും ബാക്കി നിങ്ങളുടെ പലിശയും കൂട്ടി ഓരോ മാസം തരാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അവര് പറയുന്ന അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, സമ്മതിച്ചു. അവർ ബാങ്ക് ലോണായിട്ട് കൊടുത്തേക്ക് പുറത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടണം. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. സാബുവിന്റെ ഭാര്യയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഭീഷണിപ്പെടുത്തിയിട്ടേയില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു ഫോൺ സംഭാഷണം അടക്കം കൃത്യമായി പുറത്തുവിട്ടിട്ട് പോലും ഭീഷണിയില്ല. ഭീഷണി എന്ന് നമ്മൾ ആവർത്തിക്കുന്നത് CPM വിരുദ്ധതയാണ് എന്ന് പോലും അദ്ദേഹം അല്പസമയം മുൻപ് പറയുകയുണ്ട്. ഇപ്പോഴിതാ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് ഒരു സ്ത്രീ, ഒരു അമ്മ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. സാബുവിന്റെ ഭാര്യയാണ് ആ വാക്കുകൾ പറഞ്ഞത്. വളരെ വ്യക്തമായ അവരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അവരുടെ